അപ്പൊ അല്ല അന്നേരം ഒരു ചോദ്യമുണ്ട്, ഇനി തായ്ലാൻഡിൽ വിടുവോ? എന്നെ സായിനെയും പട്ടായയിൽ പറഞ്ഞു വിട്ടത് പോലും ലിനുവാണ്. കാരണം ലിനു എൻ്റെ അടുത്ത് പറഞ്ഞു കല്യാണത്തിന് മുമ്പേ കംപ്ലീറ്റ് എൻജോയ് ചെയ്യണം. ചോദ്യമില്ല, ഇവിടെ ആദ്യം പറയും ചോദ്യമുള്ള ടൈം ഉണ്ട്. ഓക്കെ, ഞാൻ തന്നെ പറയാം. ഞങ്ങൾ ഏകദേശം 6 വർഷം പ്രേമിച്ച് നടന്ന ആൾക്കാരാണ്. അപ്പോൾ 6 വർഷം പ്രേമിച്ച് കല്യാണം കഴിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് ഒരുപാട് സന്തോഷം ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. ഞങ്ങൾ ഇന്നിങ്ങനെ ഒരു പ്രോഗ്രാം അറേഞ്ച് ചെയ്യാമെന്ന് വിചാരിച്ചത് അതുകൊണ്ട് തന്നെയാണ്. കാരണം നമ്മളായിട്ട് വളരെ അടുപ്പമുള്ള, ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന, ഇവിടെയുള്ള എല്ലാവരും എനിക്കറിയാവുന്ന ആൾക്കാരാണ്. ഞാനായിട്ട് വളരെ അറിയാവുന്ന, എന്ത് തമാശയും പറയാൻ പറ്റുന്ന, കളിയും ചിരിയും തമാശയായിട്ട് കൂടുന്ന ആൾക്കാരാണ് എൻ്റെ കൂടെയുള്ള എല്ലാവരും തന്നെ. അപ്പോൾ എനിക്ക് തോന്നിയിരിക്കുന്ന എല്ലാവർക്കും തന്നെ ലിനുവിനെ എന്നെ നന്നായിട്ട് അറിയാം. ഞങ്ങൾ 6 വർഷം കടന്നുപോയ കാര്യങ്ങൾ ഒട്ടുമിക്ക ആൾക്കാർക്ക് നന്നായിട്ട് അറിയാം. ഞങ്ങളുടെ ഇണക്കങ്ങളും പിണക്കങ്ങളിനകത്തൊക്കെ ഭാഗമായിട്ടുള്ള ആൾക്കാരാണ് കണ്ടിരിക്കുന്ന എല്ലാവരും തന്നെ. അത് വലിയൊരു കാര്യമാണ്. കാരണം 6 വർഷങ്ങളെ പ്രേമിക്കുക. ഞാൻ ഇതിന് മുമ്പ് ഒരുപാട് പെൺകുട്ടികളെ പ്രേമിച്ചിട്ടുള്ള വ്യക്തിയാണ്. എക്സ്പീരിയൻസ് ഉള്ള വ്യക്തി എന്ന നിലയിൽ എനിക്ക് ലിനുവിനേക്കാൾ ഒരുപാട് എക്സ്പീരിയൻസ് ആ കാര്യത്തിലുണ്ട്. എനിക്ക് തോന്നുന്നു ഏകദേശം ലിനുവിന്റെ അറിവിൽ തന്നെ എന്റെ 6ാമത്തെ പ്രണയം കൊണ്ടാണ് തോന്നുന്നു. ഇപ്പൊ വേണം ഇതൊക്കെ അടി ഇവിടുന്ന് തുടങ്ങണ. അപ്പോ ഞാൻ ഇതിനു മുമ്പ് ഒരുപാട് പേരെ പ്രേമിച്ചിട്ടുണ്ടെങ്കിലും ലിനുവിനെ പോലെ ഇത്രയും എന്നെ കെയർ ചെയ്യുന്ന, ഇത്രയും ഇത്രത്തോളം ഉത്തരവാദിത്വ ബോധമുള്ള, അല്ലെങ്കിൽ ഇത്ര നന്നായിട്ട് എല്ലാ കാര്യങ്ങളും കൈകാര്യം ചെയ്യുന്ന ഒരാളെ എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് മൈക്ക് തരാം. ഞാനും തുടക്കത്തിൽ ഇങ്ങനെയൊക്കെയാ പറഞ്ഞത്. ഇത്രയും സ്നേഹം തോന്നാനുള്ള റീസണും അത് തന്നെയാണ്. കാരണം ഞാൻ ഇതിനു മുമ്പ് പല പെൺകുട്ടികളും പ്രേമിച്ചപ്പോൾ എൻ്റെ കൂട്ടുകാരായിട്ടുള്ള കോളേജിലുള്ള അവരുടെ നിപ്പുണ്ട്. അപ്പോൾ അവന്മാരെനിക്ക് പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് ഇത് 2-3 മാസം കഴിയുമ്പോൾ ഇതങ്ങ് തീരും എന്നുള്ളത്. അങ്ങനെ തീർന്നിട്ടുമുണ്ട്. പക്ഷേ അല്ലേ സാറിനെ, പക്ഷേ ഇത് ഇത്രയും നാളും നീണ്ടു നിൽക്കുക എന്ന് പറയുമ്പോഴത്തേക്കും അത് ലിനു എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു ക്യാരക്ടർ കൊണ്ട് തന്നെയാണ്. അത് എടുത്തു പറയേണ്ട കാര്യമാണ്. കാരണം ഞാൻ ഇതിനു ബിഗ് ബോസിൽ പറഞ്ഞിട്ടുണ്ട്, എൻ്റെ ഏറ്റവും മോശം സമയത്താണ് ലിനു എന്നെ പരിചയപ്പെടുന്നത്. അപ്പോൾ ലിനുവിന് വേണമെന്നുണ്ടെങ്കിൽ എൻ്റെ ആ മോശം സിറ്റുവേഷനിൽ നിന്ന് ലിനുവിന് വേണമെന്നുണ്ടെങ്കിൽ ഈ അഫെയർ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് പോവാം. കാരണം സാമ്പത്തികപരമായിട്ടും മെന്റലിലേക്ക് ഞാൻ ഭയങ്കരമായിട്ട് ഡിസ്റ്റർബായിട്ട് നിൽക്കുന്ന, അല്ലെങ്കിൽ ഏറ്റവും മോശം സമയത്താണ് ലിനു എൻ്റെ ലൈഫിലേക്ക് കടന്നു വരുന്നത്. അവിടെ മുതൽ ഞാൻ ഇവിടം വരെ, അതായത് ഞാനിപ്പോൾ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന് റീസൺ എന്ന് പറയുന്നത് ലിനു എന്ന് പറയുന്ന ഒറ്റ ഒരാളാണ്. ലിനു എന്നെ ഓരോ കാര്യങ്ങളിലും ഗൈഡ് ചെയ്യുന്ന ഒരു രീതിയുണ്ട്. ഞാനിപ്പോൾ എൻ്റെ ലൈഫിൽ എന്ത് കാര്യം ഉണ്ടെങ്കിലും ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഞാൻ ഓരോ കാര്യം ചെയ്യുമ്പോഴും ഞാൻ ലിനുവിലേക്ക് ചോദിക്കാറുണ്ട് വേണോ വേണ്ടയോ എന്നുള്ളത്. അതിപ്പോൾ എൻ്റെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളിൽ മാത്രമല്ല, മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും ഞാനൊരു ലിനുവിൻ്റെ ഡിസിഷൻ ചോദിക്കാറുണ്ട്. അപ്പോൾ ലിനു എൻ്റെ അടുത്ത് ലിനു കൃത്യമായിട്ട് ഗൈഡ് ചെയ്യും എന്താണ് വേണ്ടതെന്നുള്ളത്. ലിനു എന്ത് പറഞ്ഞാലും അത് ഓൾമോസ്റ്റ് ലാസ്റ്റ് ശരിയായിട്ട് വരാറുമുണ്ട്. ചില സമയത്ത് ഞങ്ങൾ തർക്കം ഉണ്ടാവും, രണ്ടുപേരും രണ്ടാം അഭിപ്രായമായിരിക്കും. പക്ഷേ എൻഡ് ഓഫ് ദി ഡേ ലിനു പറയുന്നതായിരിക്കും കറക്റ്റായിട്ട് വരാറുള്ളത്. അതുകൊണ്ട് ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ലിനു ഭയങ്കര പൊളിയാണ്. ഞങ്ങളെ പട്ടായിക്ക് പറഞ്ഞിട്ട് അതെ, എന്നെ സായിനെയും പട്ടായയിൽ പറഞ്ഞു വിട്ടത് പോലും ലിനുവാണ്. കാരണം ലിനു എൻ്റെ അടുത്ത് പറഞ്ഞു കല്യാണത്തിന് മുമ്പേ കംപ്ലീറ്റ് എൻജോയ് ചെയ്യണം, അതിനുവേണ്ടി തായ്ലൻഡിൽ പൊക്കോളൂ എന്ന്. അതെ, അപ്പൊ അല്ല അന്നേരം ഒരു ചോദ്യമുണ്ട്, ഇനി തായ്ലാൻഡിൽ വിടുവോ? അഭിഷേകം ഞങ്ങളെല്ലാം കൂടെ അപ്പൊ ഞങ്ങള് അല്ല എന്നെ ഇപ്പൊ അടുത്ത മാസം ഞാൻ സായി കൂടെ ദുബായി പോകുന്നതിനെ പറഞ്ഞപ്പോഴത്തേക്ക് 200 മക്കളും പറഞ്ഞല്ലേ. അപ്പം നിന്നുവിനെ പരിചയപ്പെട്ടതും ഇപ്പോൾ ഇവിടം വരെ എത്തി നിൽക്കുകയാണ്. ഇനിയൊരു 5 ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേക്ക് എൻ്റെ ലിനുവിൻ്റെയും കല്യാണമാണ്. അപ്പം എന്നെ സംബന്ധിച്ചുള്ള ഇത് വലിയൊരു ലക്കാണ്. കാരണം എൻ്റെ ജീവിതത്തിൽ എനിക്ക് ലിനുവിനേക്കാൾ നല്ലൊരു പെൺകുട്ടിയെ മഷിട്ട് നോക്കിയാൽ കിട്ടില്ല. അതെന്തുകൊണ്ട് എൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ആ ഭാഗ്യത്തിൽ ഞാൻ ഒരുപാട് സന്തോഷവാനാണ്. ഞാൻ പറഞ്ഞ മൊത്തം എനിക്ക് വിശാൽ സാഹിബ് എഴുതുന്നതാണ്. അല്ലട്ടോ, ഞാൻ ഭയങ്കര സീരിയസ് ആയിട്ട് ഞാൻ പറഞ്ഞേ. അപ്പോൾ ലിനുവിനെ കിട്ടിയത് എൻ്റെ ലൈഫിൽ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് ഞാൻ കണക്കാക്കുന്നു. അപ്പോൾ ഈ സന്തോഷം ലൈഫിൽ എപ്പോഴും ഉണ്ടാവുമെന്നും എനിക്ക് ഉറപ്പുണ്ട്. ഉണ്ടാകട്ടെ.
കാരണം നമ്മൾ ഒരു വിവാഹത്തിലേക്ക് എത്തുന്നു എന്ന് പറയുമ്പോഴത്തേക്കും ഞാൻ മനസ്സുകൊണ്ട് ഭയങ്കര സന്തോഷവാനാണ്. ആ സന്തോഷം എൻ്റെ ലൈഫിൽ ഇനി